അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. ഇതിൻ്റെ പേര് ലൂപ്പ് ടേണർ. അപ്പോൾ ഡോരിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വെച്ച് നല്ല ഈസി ആയിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണീൻ്റെ ഉള്ളിലേക്കൂടെ ഈ ലൂപ്പ് ടേണർ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ അറ്റത്തുള്ളൊരു ലോക്ക് വെച്ചിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് താഴോട്ടേക്ക് വലിക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡോരി കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 ആണ്. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ 2 ബോക്സാണ്. നമുക്ക് ത്രെഡൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള 2 ബോക്സാണ്. കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് സിസേഴ്സോ ടാപ്പും ചോക്ക് അങ്ങനത്തെ അതൊക്കെ സൂക്ഷിക്കാം. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 36 ത്രെഡ് ഇട്ട് വെക്കാൻ പറ്റിയ സ്പേസാണുള്ളത്. അതിലൊന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഹുക്കും കാര്യങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ത്രെഡ് ഇതിനകത്ത് വെച്ചാലും ഒരു പ്രോപ്പറായിട്ട് നിൽക്കുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലെ സ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ചെറുതാണ്, തീരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 130 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് ഈ ഒരു പ്രസ് ബട്ടൻ്റെ ബോക്സും അതിൻ്റെ ഒരു മെഷീനുമാണ്. അപ്പോൾ നമുക്കിതാ ഈ ഒരുപാട് പ്രസ് ബട്ടൺസ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു മെഷീനും അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെഷീൻ തന്നെയാണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തു. കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മെഷീൻ്റെ ഹോൾ വരുന്ന ഭാഗത്താണ് നമ്മൾ ബട്ടൺ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഹോളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ കൊളുത്തും കൂടി വെച്ച് കൊടുത്ത ശേഷം നമുക്കതൊരു ക്ലോത്തിലേക്ക് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ എളുപ്പത്തിൽ പ്രസ് ബട്ടണായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തുന്നിയിട്ടൊന്നും ടൈം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു പേൾ പഞ്ചിങ് മെഷീനാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ വരുന്നത് ഈ ഒരു പേൾ പഞ്ചിങ് മെഷീനും പിന്നെ കുറച്ച് പേൾസും പിന്നെ അത് ഫിക്സ് ചെയ്യാനുള്ളൊരു ആണിയും പിന്നെ വന്നിട്ടുള്ളത് പല സൈസിലുള്ള നോബാണ്. നമുക്ക് പേളിൻ്റെ സൈസിനനുസരിച്ച് മാറ്റി മാറ്റി ഇടാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ ഒരു ആണി ഇട്ട് കൊടുക്കണം. മേലെ ഭാഗത്ത് നമുക്ക് പേളും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വലിയ ആൾക്കാരുടെ ആണെങ്കിൽ നെക്ക് ലൈനിലും സ്ലീവ്സിലൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് ലേസാണ്. വൈറ്റ് കളറിൽ വരുന്ന ക്രോഷേ ലേസാണ്. അപ്പോൾ ഇതിൻ്റെ നീളം 10 മീറ്ററോളം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, നല്ല അഫോർഡബിളും ആണ്. ഈ ഒരു ലേസും പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ലേസും കൂടി ഒരു കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. 1/2 ഇഞ്ചാണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. എല്ലാ ക്ലോത്തിനും സ്യൂട്ടാവുന്ന പോലത്തെ ലേസാണിത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ബൈ.